ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ ഓംലെറ്റാണ്, സ്പാനിഷ് ഓംലെറ്റ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. സ്പാനിഷ് ഓംലെറ്റ് ഉണ്ടാക്കാനായി നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് 5 മുട്ട വേണം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 2 ഉരുളക്കിഴങ്ങ് ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള ചെറുതായി ചോപ്പ് ചെയ്തത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഓയിൽ, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് ഓംലെറ്റ് തയ്യാറാക്കാം. ആദ്യം നമുക്ക് ഒരു പാൻ വെച്ച് ചൂടാക്കാം. അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പാൻ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഹീറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3 മിനിറ്റ് നമുക്ക് പൊട്ടറ്റോസ് ഇതിനകത്ത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ 3 മിനിറ്റായി. ഇനി നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാട്ടോ ഇത്രയും നേരം പൊട്ടറ്റോ ഫ്രൈ ചെയ്തുകൊണ്ടിരുന്നത്. സവാള ഇട്ടതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഉരുളക്കിഴങ്ങും സവാളയൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ഓരോന്നായി പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി ഇടാം. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ പൊട്ടറ്റോയും സവാളയൊക്കെ വേവിച്ച് ഫ്രൈ ചെയ്തപ്പോൾ അതിനകത്ത് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലിടുമ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ഇടാനായിട്ട്. ഇനി നമുക്കിത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ നന്നായി മുട്ട ബീറ്റ് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും സവാളയും ഇതിലേക്ക് ഇടാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് തുറക്കാം. കണ്ടോ, അപ്പോൾ 10 മിനിറ്റ് വെച്ച് വന്നപ്പോഴേക്കും കണ്ടോ, ഇത് കുറച്ചുകൂടെ ഒന്ന് നമുക്ക് തിക്കായിട്ട് കിട്ടും. അതിന് വേണ്ടി വെച്ചാൽ ഒരു 5 മിനിറ്റ് തുടങ്ങി 10 മിനിറ്റ് വരെ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ലൂസ് ആവാതെ കണ്ടോ കുറച്ച് തിക്കായിട്ട് കിട്ടും. ഇനി നമുക്ക് ഫ്രൈ പാനിലേക്ക് നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങും സവാളയും ഫ്രൈ ചെയ്ത ഓയിലുണ്ടല്ലോ, അത് കുറച്ച് ബാക്കിയുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഓയിൽ നന്നായി ഹീറ്റായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊട്ടറ്റോയും മുട്ടയും സവാളയും കൂടെ മിക്സ് ചെയ്ത് വെച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് തുറക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനെ തിരിച്ചിടണം. അതിന് നമുക്ക് ഒരു പ്ലേറ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇത് കവർ ചെയ്യണം. എന്നിട്ട് ഫ്രൈ പാൻ നേരെ തിരിക്കാം. വീണ്ടും ഇതിലേക്ക് തന്നെ ഇടാം. ഇനി നമുക്കിത് 2 മിനിറ്റും കൂടെ മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്കിത് തുറക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു പ്ലേറ്റ് വെച്ചതിന് ശേഷം നമുക്കിത് നേരെ തിരിച്ചിടാം. കണ്ടോ, നമ്മുടെ സ്പാനിഷ് ഓംലെറ്റ് റെഡിയായി. അങ്ങനെ നമ്മൾ സ്പാനിഷ് ഓംലെറ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാൽ ജുലീനാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.